ഇല്ല. തിരക്കില്ല? പറഞ്ഞോളൂ, അങ്ങനത്തെ തിരക്കല്ല. ആ അടുത്ത് തന്നെയല്ലേ, മർക്കസിൽ തന്നെയല്ലേ? അതെ അതെ, അല്ലല്ല വീട്ടിലല്ല, ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. ശരി. പിന്നെ ഉസ്താദ് വിളിക്കുന്ന ആരാന്ന് മനസ്സിലായിട്ടുണ്ടാ? ജിഷാനല്ലേ? അതെ അതെ, ജിഷാനാണ്. മനസ്സിലായി. അതെ, അൽഹംദുലില്ലാ. പിന്നെ നിങ്ങളെ വിളിക്കുന്നൊക്കെ ഞാൻ കേൾക്കലുണ്ട്. ശരി. നമ്മള് സുന്നത്യമായിട്ട് നമ്മള് ലക്ഷ്യമുള്ളൂ, വേറെ അതിൽ കൂടുതലൊന്നുമില്ല. അതെ അതെ, മംഗളിയായിട്ടുള്ളതൊക്കെ കേട്ട് ഇന്നലെയുള്ളൊരു നിങ്ങൾ അയച്ചെന്ന് അറിയില്ല. ഇന്നലെ ഇന്നിപ്പോ മെയിൽ ഓപ്പൺ ചെയ്തില്ല. ഞാൻ പിന്നെ ഉസ്താദ്, ഞാൻ പിന്നെ നമ്മുടെ മുജാഹിദീങ്ങളെ മാത്രമല്ല, ഉള്ളിലൂടെ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോ പിന്നെ ഉസ്താദിന്റെ അടുത്ത് വേറെ ആരുമില്ലല്ലോ. അതായത് റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്കാണെന്ന് പിന്നെ സ്ഥിരപ്പെടാൻ, അത് നമുക്ക് ആസാറുകൾ സ്ഥിരപ്പെടാനായി സനദ് ആവശ്യമില്ലല്ലോ, ഇല്ലേ? അത് അങ്ങനെയാണല്ലോ. പിന്നെ ഇബ്നു ജദങ്ങളടക്കം വതാവുൽ കുബറയിലടക്കം നമ്മുടെ ഉസ്താദുമാർ എടുത്ത് ഉദ്ധരിച്ചത് കഴിഞ്ഞ ഇമാമിങ്ങളുടെ ചരിത്രം മുഴുവൻ. അപ്പൊ അത് നിലവിലുണ്ടായിരിക്കെ നമ്മൾ ഇത്രയും ഒരു സാഹസം കാണിക്കേണ്ടിയിരുന്നു ഉസ്താദെ. അതിപ്പോ എന്താന്ന് അറിയില്ല. അത് പിന്നെ മറ്റൊരു വിഷയം ഉന്നയിച്ചപ്പോ അതിന് ജവാബ് പറഞ്ഞു എന്നുള്ള നിലക്ക് അങ്ങനെ ആയിപ്പോയായിരിക്കും. ഏത് ഈ മറുപടിയും പ്രസംഗങ്ങളും ഒക്കെ? ഞാൻ അതല്ല ചോദിച്ചത്. നമ്മളിപ്പോ ഒന്നാമത്തെ ബർക്കാത്ത് സയ്യിദന്മാർ മുഖേനയുള്ള ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ നമ്മള് ഒരു സനദ് വായിച്ചല്ലോ. അതെ 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 അതെ, അത് ബർക്കാത്ത് സയ്യിദന്മാർ കൊടുത്ത സനദാണ്. ഉസ്താദിന് ബോധ്യമുണ്ടോ? എനിക്ക് ഞാൻ ഇനി ഈ സനദിന്റെ റിജാലിനെ പറ്റിപ്പെട്ട ഹദീസിന്റെ സനദ് തന്നെ പറഞ്ഞാല് ആ സനദിനെ പറ്റി പഠിക്കാത്തത് കൊണ്ട് അതാണ് തന്നെ പറയാൻ കഴിയൂല. അതിനെപ്പറ്റി പരിശോധിച്ചെങ്കിൽ, അതിനെപ്പറ്റി നമ്മൾ ആ നിലക്ക് പിന്നെ പഠനം നടത്തിയെങ്കിൽ അത് പറയാൻ കഴിയുള്ളൂ. അല്ല, ഏതായാലും പിന്നെ പൊതുജനങ്ങളോട് പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനോട് തന്നെ വിളിച്ചു ചോദിക്കുന്നത്. പക്ഷേ പിന്നെ ബറക്കാത്തി തങ്ങന്മാരടുത്ത് നിന്ന് കിട്ടിയതിന്റെ സനദിനെ പറ്റിയും ഞാൻ എന്താക്കിയിട്ടില്ല, അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടില്ല. പൊതുവെ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് അത് കൈറാണ് എന്നുള്ള നിലക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളും എന്നുള്ളതിലപ്പുറം കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കലില്ല. അല്ല, ഇന്ന് പഠിച്ചോണ്ട് ഓഫീസ് കൊണ്ട് നമ്മളെ സമസ്ത പറഞ്ഞാല് 40 കോടിന്റെ അല്ലെ 80 കോടിന്റെ പള്ളി എടുക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളെ ജനങ്ങൾ തയ്യാറാണ്. അതിന്റെ പിന്നെ സാമ്പത്തിക. അപ്പൊ ഏതായാലും വ്യക്തമായിട്ട് ഇൻഷാ അല്ലാഹ്, പിന്നെ എനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. എനിക്ക് ഏതായാലും വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത് ബറക്കാത്ത് സയ്യിദന്മാരും അങ്ങനെ സനദ് കൊടുത്തിട്ടില്ല, ഒന്ന് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് കൊടുത്തു എന്ന് പറയുന്ന ഇക്ബാൽ വാലി അടക്കം ആരിഫ് ബറക്കാത്തി അടക്കമുള്ള ആളുകളായിട്ട് ഞാൻ സംസാരിച്ചു. അവര് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. ഒന്നത്. പിന്നെ രണ്ടാമത് മർക്കസ് സനദ് ഉണ്ടാക്കിയ ആൾ ഞാൻ കണ്ടുപിടിച്ചു. മൂപ്പര് അടിക്കേണ്ടി വന്നു. അല്ല, കിട്ടിയത് ഇനിയിപ്പോ ഉസ്താദിനോട് മടി കൊണ്ട് പറഞ്ഞായിരിക്കും. ഉസ്താദിനടക്കം ഈ വിഷയം അറിയാന്നുള്ള വിഷയവും ഞാൻ അറിഞ്ഞു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അലാമ കയ്യിലാന്ന് പറഞ്ഞ തന്നെ ഞാൻ അതിന്റെ അപ്പുറം, ഞാൻ മർക്കസിലാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളെ പറ്റി ഒന്നും കൂടുതൽ അന്വേഷിക്കലില്ല. അല്ല, അലാമാക്കിയില് അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അലാമാക്കിയില് തന്നെ മതിയായിരുന്നു. അതെ അതെ, നമുക്കത് തന്നെ മതിയായിരുന്നു. പക്ഷേ അതേ സമയം നമുക്ക് ഇല്ലെങ്കിലും ഉള്ളതിനെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, ഞാനൊരു സാധാരണക്കാരനാണ്. പിന്നെ 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 കൽബ് മുഴുവൻ സുന്നത്തിയമായത്തിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. ഒരു പോകുന്ന ഉസ്താദ് തോന്നണ്ട. കാരണം അങ്ങനെയുള്ള നമ്മളെ അല്ല, അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളെ 45ഓളം ഷെയ്ഖ് ജീലാനി അടക്കമുള്ള റസൂലുള്ള വരെയുള്ള ഒരു പരമ്പര 45 ആളുകളെ പേരിൽ നമ്മളൊരു കളവുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആശ്രത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു ബോധം നമുക്കില്ലേ? അങ്ങനെ ഉണ്ടാക്കിയതാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് പിന്നെ സനദുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ തന്നെ വിശ്വസിച്ച ആളാണ്. അല്ല, അത് ഇതിനെപ്പറ്റി എനിക്കറിയില്ല. ഇങ്ങനെ ചിലര് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കേട്ടു എന്നുള്ളതല്ലാതെ സനദ് ഉണ്ടാക്കിയതാണെന്നുള്ള വിവരത്തിനെ പറ്റിയുള്ള യാതൊരു ഓർമ്മയും എന്റെ അടുത്താരും പറഞ്ഞിട്ടുമില്ല. അല്ല, ഇത് അടിച്ച ആളും അത് പിന്നെ ഫോട്ടോ കോപ്പി എടുത്ത ആളും ഒക്കെ പഠിച്ചോന്റെ ഓഫീസ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് കിട്ടി. രണ്ടു കൂട്ടരും പറഞ്ഞു. പിന്നെ കൊടുത്തു എന്ന് പറയുന്ന ഇക്ബാൽ വാല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു.
ഇവിടെ പിന്നെ സെനത് അടിച്ചു എന്ന് പറഞ്ഞാൽ അത് അടിച്ചു എന്നും പറഞ്ഞോ. ഇനിയിപ്പോ അതിൽ കൂടുതൽ തെളിവ് ഇനിയിപ്പം കൂടുതൽ ആ വിഷയത്തിന് വേണ്ടിയില്ലല്ലോ. രണ്ടു കൂട്ടരും പറഞ്ഞല്ലോ. അത് അള്ളാഹു ആയാലും എനിക്ക് അറിയില്ല മോനെ അതിനെപ്പറ്റി ഒന്നും പറയാന്. അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്കൊന്ന് പിന്നെ ഞമ്മക്കും കൂടി മനസ്സിലാക്കാൻ ഒന്ന് അന്വേഷിക്കാന്ന് മാത്രം. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് അന്വേഷിക്കാൻ ഞാൻ ഇൻഷാ അല്ലാഹ് തെളിവുകൾ ഉസ്താദിന് സമർപ്പിക്കും ഇൻഷാ അല്ലാഹ്. നമ്മള് ഇൻഷാ അല്ലാഹ് ഞാനത് വേണ്ടതുപോലെ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് പിന്നെ നോക്കും ചെയ്യാം. അല്ല നമ്മള് മറ്റേ ചേളാരിക്കാരും വഹാബികളും നമ്മളെ ജനങ്ങൾ ഏറെക്കുറെ നമ്മള് പിന്നെ എപ്പിസ്താദിനെയും അതുപോലെ നമ്മളെ സമസ്തനെ സ്നേഹിക്കുന്ന ആളുകൾ, നിഷ്കളങ്കരായ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളെ ഇല്ലാത്തൊരു സനത് വായിച്ച് വഞ്ചിക്കുന്നതിനോടുകൂടി പിന്നെ ഏതായാലും എനിക്ക് തോന്നുന്നില്ല പഠിച്ചവരൊരിക്കൽ രക്ഷപ്പെടുന്നത്. നമ്മള് വഞ്ചനയാണ് എങ്കിൽ യാതൊരു കാരണവശാലും ഒരു തരം വഞ്ചനയും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലല്ലോ. പറ്റൂല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അയാളാള് നിഷ്കളങ്കനാണ്. ഇക്ബാൽ വാല അയാള് പിന്നെ കുടുംബപരമായി കിട്ടിയതാണ്, റസൂലുള്ളാഹിന്റെ ഷെയർ ആണെന്ന് വിശ്വസിക്കുന്നു എന്ന് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു. ആ ഒരു സ്റ്റാൻഡ് വിട്ടിട്ട് നമ്മൾ സ്വന്തം നിലക്ക് പിന്നെ മൂപ്പര് പറഞ്ഞതിനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ പോയത് അത് ഒരു കടുത്ത. അങ്ങനെ പിന്നെ സെനത് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ഉണ്ടാക്കിയതാണെങ്കിൽ അതിനടുത്ത് നമ്മൾ തർക്കമില്ലല്ലോ. അതെ. പക്ഷെ എനിക്കത് അറിയില്ല. കാരണം ഞാനത് ആദ്യമുള്ള സനത് എന്ന് പറഞ്ഞ ആ വായിച്ച സനദിനെ പറ്റി തന്നെ ഞാൻ എന്താക്കിയിട്ടില്ല, ഇതുവരെ അത് നോക്കിയോ വായിക്കുകയോ ചെയ്തിട്ടില്ല. അല്ല ഞാൻ കാണാത്ത ആളല്ല. ഈ ഉണ്ടാക്കിയ സനദിന്റെ ഒരു കോപ്പി ഉസ്താദിന്റെ കയ്യിലും തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പിന്നെ ഫോട്ടോ കോപ്പി. ഇല്ലല്ല, എന്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ല. എന്നാ അത് തന്നെ കളവാണ് എന്നുള്ളത് നിങ്ങൾക്ക് തെളിവ് വേറൊന്നും വേണ്ട. കാരണം എന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു കടലാസ് വന്നിട്ടുമില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. ഞാനത് ഉസ്താദ് വായിക്കുന്നത് കേട്ടത് എവിടുന്നോ ഒന്നോ രണ്ടോ സ്ഥലത്തുനിന്ന് വായിക്കുന്നത് കേട്ടിട്ട് അപ്പുറം. അതേസമയം എനിക്ക് അതിന്റെ ആളുകളിലെ പിന്നെ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് വേറെന്തോ ഷോലിന്റെ വായിക്കുകയാണെന്ന് മാത്രം കേട്ടു എന്നല്ലാതെ ഇപ്പൊ എനിക്ക് അത് വായിക്കണത് കേൾക്കാൻ പോലും നിന്നിട്ടില്ല. അല്ല കാരണം ഇത് ഒരു ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇക്ബാൽ വാല മൂപ്പര് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു. ഇക്ബാൽ വാല കൊടുത്തു എന്നാണോ ഇവർ പറഞ്ഞത്? അല്ലല്ല, ഇക്ബാൽ വാലിന്റെ അടുത്ത് അങ്ങനെ സനദില്ല കൊടുക്കാൻ. ഒന്നത് ഞാൻ ചോദിക്കണതേ, ഇക്ബാൽ വാല കൊടുത്തു എന്നാണോ നമ്മൾ പറയുന്നത് ചോദിക്കുക. ഇക്ബാൽ വാല കൊടുക്കാത്ത സനത് നമുക്ക് ഇങ്ങനെ ഇട്ടാൻ ഉസ്താദേ? അല്ല എനിക്കറിയില്ല, എനിക്ക് അതിനെ പറ്റി ഒരാളെ അറിയില്ല. ഇക്ബാൽ വാലനെ അറിയില്ല, അല്ലാത്ത അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കണേ, ഇക്ബാൽ വാല കൊടുത്തു എന്നാണോ നമ്മൾ പറയുന്നതെന്ന് ചോദിക്കുക. അല്ല ഉസ്താദ്, അപ്പൊ ഉസ്താദിന് ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ ഒന്നും ഇപ്പം പിടുത്തല്ലേ? ഞാൻ പിടുത്തില്ലാന്ന് എനിക്ക് ഷെയർ മുബാറക്കാണ് എന്നുള്ളത് സാധുമാരൊക്കെ പറഞ്ഞുകൊണ്ടും മറ്റും ഒക്കെ അത് നേരത്തെ ബഹുമാനിച്ചെന്ന അത്രമാത്രം അതിനെപ്പറ്റി നല്ല പിടുത്താണ്. അല്ലാതെ വേറെ അതിനെപ്പറ്റി ഒരു സംശയമില്ല. മർക്കസിലേക്ക് എത്ര ഷെയർ ആണ് മറ്റേ ഈ ബർക്കാത്ത് ചെയ്തമാർ മുഖേന കിട്ടിയത്? അതിന്റെ എണ്ണവും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ് ഉസ്താദ്, ഞാൻ ഷാറെ മുബാറക്ക് ഇട്ട വെള്ളം കുടിച്ചിട്ടുണ്ട്. ഷാറെ മുബാറക്ക് ഇട്ട വെള്ളം കൊടുക്കുന്ന പരിപാടിക്ക് കൂടലുണ്ട്. ആ സഭയില് വേദിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ അപ്പുറം അത് സൂക്ഷ്മമായിട്ട് ഇതുവരെ ഒന്ന് നോക്കിയേ അല്ലെങ്കിൽ അതിന്റെ എണ്ണം പരിശോധിക്കുകയോ സനത് നോക്കൊന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും റസൂലുള്ളാഹിന്റെ ഒരു ഷെയർ മുബാറക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഉസ്താദ് നോക്കണ്ടല്ലേ? അല്ല നോക്കേണ്ടതാണ്. പക്ഷേ അവിടെ നോക്കണ സമയത്ത് ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്ക് കൂടുതലുണ്ട്, അതിനും തെളിവുണ്ട്. പക്ഷെ ഞാനതിന് കൂടിയിട്ടില്ല എന്ന് മാത്രമേ. എനിക്ക് ആ വെള്ളം കിട്ടിയത് തന്നെ വലിയ ബർക്കത്തായിട്ട് കൂട്ടി. അത് ഇപ്പോഴും എന്റെ റൂമിലും മർക്കസിലുണ്ട്, പുരയിലും ഉണ്ട്. ആവശ്യം വരുമ്പോ പുരക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ലേശെടുത്ത് കൊടുക്കും ചെയ്യും. മർക്കസിൽ തന്നെ ഞാനൊരു ചെറിയ കുപ്പി വെള്ളം സൂക്ഷിച്ചിട്ടിട്ടുണ്ട്, എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ കുടിക്കാൻ. ഇവിടെ പുരക്കാർക്ക് എന്തേ ആവശ്യം ഉണ്ടാവുമ്പോൾ കൊടുക്കാനും എടുക്കാനും ഒക്കെ പറ്റിയ നിലക്ക് അലമാരിയിൽ ഒരു ചെറിയ കുപ്പി അതും സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്കിത് അറിഞ്ഞപ്പോ വലിയ പ്രയാസമായി. പിന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇക്ബാൽ വാലിന്റെ അടുത്ത് 2 വർഷം മുന്നേ കേരളത്തിൽ നിന്ന് ഒരാൾ പോയിരുന്നു. അയാള് പിന്നെ ഇക്ബാൽ വാല പറഞ്ഞ കത്തി എന്നുകൂടി എനിക്ക് ശരിയായ നിലക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് വന്നാൽ ഉസ്താദിനറിയാലോ എന്തൊക്കെയാ സംഭവിക്കുന്നത്. അതെ, പുറത്ത് വന്നാലും പലതും സംഭവിക്കുക. അപ്പോ പിന്നെ കളിക്കുന്നൊരു വല്ലാത്ത തീക്കളി കൊണ്ടാണ് ഇപ്പൊ കളിക്കുന്നത്. അപ്പോ പിന്നെ ഇല്ലാത്ത വിഷയമാണ് പറഞ്ഞു എന്നാണെങ്കിൽ അത് പിന്നെ ആളുകളുടെ ഇടയിൽ അവിശ്വാസ്യത ഉണ്ടാക്കും എന്നുള്ളതിന് തർക്കമില്ല.
ഇല്ലാത്ത ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അതെ, ഒന്നത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഈ വീഡിയോ അത് എന്നാ പുറത്തു വരുന്നതെന്ന് എനിക്ക് തന്നെ പിടുത്തമില്ല. അത് ഇവരെ കയ്യിൽ ഉണ്ടോയെന്നും ഞാൻ ശക്തമായിട്ട് ഭയപ്പെടുന്നു. കാരണം ഇവരിപ്പം വല്ലാതെ അങ്ങനെ ഉണ്ടല്ലോ, സാധാരണ ഈ സംവാദത്തിന് AP ഗ്രൂപ്പാണ് പിന്നെ മിടുക്കന്മാരെന്ന സാധാരണ പറയല്. ഇപ്പൊ ഇവരാണ് സംവാദത്തിനുണ്ടോ എന്ന് വെച്ച് ഭയങ്കര വെല്ലുവിളി ഈ ചേളാരിക്കാര്. അപ്പൊ ഓല കയ്യിൽ ഈ വീഡിയോ കിട്ടീനോ ഇല്ലേ എന്നുള്ളതിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. അപ്പൊ വീഡിയോ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി എന്ന് എനിക്കറിയുള്ളൂ. പിന്നെ മൂപ്പരോട് ചോദിച്ചിരുന്നു, മൂപ്പരോട് പിന്നെ ഷെയർ മുബാറക്കിനെ പറ്റി ചോദിച്ചിരുന്നു. അപ്പൊ മൂപ്പര് കുടുംബപരമായിട്ട് എനിക്ക് കിട്ടിയതാണ്, ഇത് അള്ളാന്റെ റസൂലിന്റെ ഷെയറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മൂപ്പര് പറഞ്ഞു. അതിന് പിന്നെ പുറമെ ഇതിന് സെനതുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല, ഇതിന് സെനത് നമ്മളെ കയ്യിലില്ല, സെനതില്ലാണ്ടാണ് മർക്കസിലേക്ക് കൊടുത്തതെന്നും ഇക്ബാൽ വാല പറഞ്ഞു. അത് ജനങ്ങളെ മുമ്പിലേക്ക് പുറത്തുവിട്ടാൽ ആ സംഭവിക്കുന്ന ഭവിഷ്യത്തുകൾ ഉസ്താദിന് നന്നായിട്ട് എന്നെക്കാൾ നന്നായിട്ട് അറിയാലോ. അതെ ഭവിഷ്യത്തുണ്ടാവും. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഞാനൊന്ന് ഉസ്താദിനോട് നിങ്ങളടുത്തുള്ള വിവരം ഞമ്മക്ക് തരുന്ന ഞാന് അത് ഞമ്മക്കത് മനസ്സിലാക്കാൻ ഉപകരിക്കുമെങ്കിലും മനസ്സിലാക്കാലോ. ഞാനിപ്പം പറഞ്ഞില്ലേ ഇനി കൂടുതൽ എന്ത് വരെ ഇനി പുസ്തകം വേണ്ടത്. അല്ല നിങ്ങളടുത്ത് പിന്നെ വേറെ വല്ല പിന്നെ അതിന്റെ ക്ലിപ്പിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട. കാരണം ഞാനിത് ഇതൊന്നല്ലല്ലോ, ഞാൻ വേറുള്ള വിഷയത്തിലും വേറെ തെളിവ് നോക്കാത്ത നടക്കാനുള്ളത്. നേരത്തെയുള്ള വിവാദങ്ങളിലൊന്നും തന്നെ അല്ല ഇത് 100% പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% ഉറപ്പിക്കാൻ കാരണം വെച്ചാല് കൊടുത്ത ആള് പറയുന്നത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അയാള് ഈ പിന്നെ ഷെയർ മുബാറക്ക് കൊടുത്തു എന്ന് പറയുന്ന ഇക്ബാൽ വാല സെനത് കൊടുത്തിട്ടില്ല എന്ന് അയാൾ പറയുന്നു. ഒന്നത്. രണ്ടാമത് മർക്കസ് അടിച്ചെന്ന് പറഞ്ഞ ആള് മൂപ്പര് എന്താ പറയണ്ടേ, അടിച്ചെന്ന് മൂപ്പര് സമ്മതിക്കുന്നു. ഇനി എന്താ വേണ്ടേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്ബാലാണ് കൊടുത്തതെന്ന് ഇപ്പൊ എനിക്കറിയില്ല. അറിയാതെ ഞാൻ ആ ഭാഗത്തേക്ക് ഇൽത്തിഫാത്ത് ചെയ്തിട്ടില്ല. അല്ല, പ്രത്യേകിച്ച് നിങ്ങള് പിന്നെ മലയമ്മ സഖാഫിയുടെ മുമ്പ് ജോലി ചെയ്ത ആളല്ലേ? അതെ, മലയമ്മ സഖാഫി മുമ്പ് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ മലയമ്മ ഈ കാര്യം മലയമ്മക്കൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം ചെയ്യുന്ന മലയമ്മയെ വെറുപ്പിക്കുന്ന സമയത്ത് ഒന്നും ശ്രദ്ധിക്കണ്ടായിരുന്നില്ല ഉസ്താദേ? അല്ല, അതെനിക്കറിയില്ല കേട്ടോ. മലയമ്മ അവിടെ ജോലി ചെയ്ത ആളായതുകൊണ്ട് ഈ വിഷയം അയാൾക്ക് അറിയണം എന്നില്ല. എന്നെപ്പോലെയാകാം ചിലപ്പോ. ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ഇൽത്തിഫാത്ത് ചെയ്യാത്തത് കൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ മലയമ്മനെ വെറുപ്പിക്കുക എന്നൊക്കെ പറയും നിങ്ങൾ ആ ശൈലിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ എന്തോ പ്രശ്നം മർക്കസിൽ ഉണ്ടായതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ മലയമ്മനെ വെറുപ്പിക്കുക എന്നിട്ടൊരു പരിപാടിയില്ല. അതിപ്പോ ഈ വിഭാഗത്തിനെ വെറുപ്പിക്കാനോ മുജാഹിദിനെ വെറുപ്പിക്കാന്നൊക്കെ പറയണേ, അങ്ങനൊക്കെ പറയേണ്ടവർക്ക് പറയാലോ. അല്ല, കാരണം വെച്ചാൽ അയാൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാന്നുള്ള കാര്യം ഈ പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ മലയമ്മക്ക് അറിയാം, അതുകൊണ്ട് മലയമ്മ മർക്കസിൽ നിന്ന് പോയതിന്റെ ശേഷമാണ് മലയമ്മയാണ് ഇതാദ്യം ഈ ചേളാരിക്കാരോട് ഈ വിഷയം പുറത്തു പറഞ്ഞത്. ഒന്നാമത് ആ നിലക്കാണ് ഞാൻ ഉസ്താദിനോട് മലയമ്മ ഉള്ള സമയത്ത് തന്നെ മലയമ്മന്റെ കൂടെ ഉള്ള വേറെയും ആളുകൾ മർക്കസിലുണ്ട്. അപ്പൊ മലയമ്മന്റെ അറിവ് എന്ന് പറഞ്ഞ് മലയമ്മ പ്രചരിപ്പിക്കുന്നത് സത്യമാണോ അല്ലേ എന്നുള്ളത് അന്വേഷിക്കാതെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. ഇപ്പൊ ഉസ്താദ് ഇപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇപ്പൊ അത് ചോദിക്കട്ടെ, ഇനിയിപ്പം ഇപ്പൊ വിഷയത്തില് ഇതിനെ സംബന്ധിച്ചിപ്പോ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും അത് ചെയ്യാനും പിന്നെ ആളും അല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമായതുകൊണ്ട് ഇക്ബാൽ വാല എന്നോട് നേരിട്ട് പറഞ്ഞതല്ല, ഒരാൾ മുഖേന ഞാൻ ഇക്ബാൽ വാലയോട് ചോദിപ്പിച്ചതാണ്. അങ്ങനെ. അല്ല, അതിപ്പോ ഇക്ബാൽ ബാലക്ക് ഏതായാലും വിശ്വാസം ഉണ്ട് എന്നാണല്ലോ നിങ്ങൾക്ക് മറ്റേ ആള് മുഖേന വിവരം കിട്ടി. അതുപോലത്തെ വിശ്വാസമാണ് ഇപ്പൊ നമ്മളത്. അല്ല, ഇക്ബാൽ അല്ല ഷെയർ അത് അള്ളാഹിന്റെ റസൂലിന്റെ ഷെയർ അല്ലാന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്. അതായത് ഷെയർ മുബാറക്കെല്ലാം ഓക്കെയാണ്, പക്ഷെ അതിന്റെ പേരിൽ നമ്മളൊരു സെനത് നമ്മൾ പറിച്ചുണ്ടാക്കിയതാണ്. അതിന്റെ കാര്യമാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്, വേറൊന്നല്ല. അല്ലാതെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഹബീബെ, അങ്ങനെ ഉണ്ടാക്കിയതാണോന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണോന്ന് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അന്വേഷിച്ചോക്കുന്നാല്. ഓക്കെ ഇൻഷാ അല്ലാഹ്. എന്റെ നമ്പർ ഉണ്ടല്ലോ വേറെ അൽഹംദുലില്ലാ റാഹത്ത്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം എന്താ പറയണ്ടേ, നമ്മള് മാനസികപരമായിട്ടൊരു ചെറിയ പ്രയാസത്തിലുള്ളത്. അതെ. അല്ല, അത് പിന്നെ നമ്മൾ മനസ്സിലാക്കിയതിനെതിരായിട്ട് നമ്മൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നാനൊക്കെ ഉള്ള ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ.
അതെ, അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് ഇപ്പൊ ഇതിനുള്ള പരിഹാരം. അതെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ, ഒന്ന് നോക്കിയിട്ട് അതിന്റെ ശേഷം. ഓ ഇൻഷാ അല്ലാഹ്. ഈ നമ്പറാ? അതെ അതെ, ഈ നമ്പർ. എത്ര കാണിക്കുന്ന നമ്പർ? ഈ